ഹിന്ദു പുരാണങ്ങളെ ചിത്രീകരിക്കുന്ന ഫ്രെസ്കോകളാണ് മ്യൂറൽ പെയിന്റിങ്ങുകൾ. പുരാതന ക്ഷേത്രങ്ങളിലും കൊട്ടാരങ്ങളിലും രാജകീയ സംരക്ഷണം ലഭിച്ചിരുന്ന AD 9 മുതൽ 12 വരെ നൂറ്റാണ്ടുകൾക്കിടയിലുള്ള ചുവർ ചിത്രങ്ങളുടെ സമൃദ്ധമായ പാരമ്പര്യമാണ് ഇന്ത്യയിലെ മ്യൂറൽ പെയിന്റിങ്ങുകൾക്ക് ഉള്ളത്. ചുവർ ചിത്രകലയുടെ ചിത്രീകരണ രംഗത്ത് പുതിയ തലമുറയും കടന്നു വരുന്നുണ്ട്. ചുവർ ചിത്രകലയുടെ വനിതാ സാന്നിധ്യമാണ് ചവറ മുകുന്ദപുരം സ്വദേശിനി കാർത്തിക രാജ്. ഇന്ത്യയുടെ തനത് ചുവർ ചിത്രകല എക്കാലത്തും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയുന്ന മ്യൂറൽ പെയിന്റിങ്ങിന് തന്റേതായ ഭാവുകത്വം നൽകുകയാണ് മുകുന്ദപുരം പുത്തേഴത്ത് തെക്കേത്തറയിൽ നന്ദുവിന്റെ ഭാര്യ കാർത്തിക രാജ്. അതുല്യമായ രചനാ വൈഭവത്തിനൊപ്പം മനസ്സിന്റെ സ്പന്ദനങ്ങളും ഇഴുകിച്ചേരുമ്പോഴാണ് മൂർത്തമായ തരത്തിൽ രചനാഭംഗി നിറഞ്ഞ ചിത്രങ്ങൾ ഉണ്ടാവുക. സ്കൂൾ തലം മുതൽ ചിത്രരചനയിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ള കാർത്തിക 4 വർഷമായി മ്യൂറൽ പെയിന്റിംഗ് ചെയ്യുന്നു. രാമൻകുളങ്ങര സ്വദേശിനിയായ ചിത്രകലാ അധ്യാപിക വസന്തയിൽ നിന്നുമാണ് ചുവർ ചിത്രങ്ങളിലെ അടിസ്ഥാന തത്വങ്ങൾ പഠിച്ചത്. ഞാൻ കുട്ടിക്കാലം തൊട്ട് പടം വരയ്ക്കുമായിരുന്നു. മ്യൂറൽ പെയിന്റിങ്ങിലോട്ട് തിരിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 4 വർഷമായി. 4 വർഷം തൊട്ടാണ് മ്യൂറൽ പെയിൻറ്റിങ് ചെയ്യാൻ തുടങ്ങിയത്. രാമൻകുളങ്ങരയുള്ള വസന്ത ടീച്ചർ എടുക്കാൻ പോയാൽ പഠിച്ചത്. 1 കൊല്ലം പഠിച്ച് ഇതിൻ്റെ മ്യൂറലിൻ്റെ ബേസിക്കും കാര്യങ്ങളൊക്കെ പഠിച്ച്. ചോലയിൽ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ നവാഹത്തോടനുബന്ധിച്ച് ദുർഗാ ഭഗവതിയുടെ ചിത്രം ക്ഷേത്രത്തിൽ കാർത്തിക വരച്ച് സമർപ്പിച്ചു. ദേവസ്വം കൊറ്റൻകുളങ്ങര സബ് ഗ്രൂപ്പ് ഓഫീസർ രാജേഷ് ബാബുവാണ് ചിത്രം ഏറ്റുവാങ്ങിയത്. തന്റെ ഏറെക്കാലത്തെ ആഗ്രഹ പൂർത്തീകരണമായിരുന്നു ഇതെന്നും കാർത്തിക പറയുന്നു. അങ്ങനെ അമ്പലത്തിൽ സമർപ്പിച്ചപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. കാരണം ആദ്യമായിട്ടാണ് ഒരു ക്ഷേത്രത്തിൽ വരച്ച് ഒരു മ്യൂറൽ വരച്ച് ഞാൻ സമർപ്പിക്കുന്നത്. ആദ്യമായിട്ട് സരസ്വതി ദേവിയിൽ നിന്ന് തുടങ്ങി. സരസ്വതി ദേവിയുടെ മ്യൂറൽ പെയിൻറ്റിങ് ചെയ്താണ് ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്നത്. അതിനുശേഷം ഗണപതിയെ പിന്നെ ഇപ്പോൾ ദുർഗാദേവിയുടെയും ഒക്കെ പടം വരച്ചു. മ്യൂറൽ പെയിന്റിംഗിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് കാർത്തിക രാജിന്റെ തീരുമാനം. ഭർത്താവ് നന്ദുവിനൊപ്പം മാതാപിതാക്കളായ രാജുവിന്റെയും ബിന്ദുവിന്റെയും പൂർണ്ണ പിന്തുണയും കാർത്തികയ്ക്കുണ്ട്. ന്യൂസ് ബ്യൂറോ, ചവറ.